الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തിലുടനീളം ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടൊന്നുപോലെ നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനും തഖ്വയും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു നല്ല കുടുംബത്തെ സംബന്ധിച്ചും കുടുംബജീവിതത്തെ സംബന്ധിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇസ്ലാമിക കുടുംബം, അതുപോലെ ഒരു സമാധാനമുള്ള കുടുംബം ജീവിതം. അപ്പൊ അതിനെന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. കഴിഞ്ഞ ഖുതുബയിൽ കുടുംബത്തിന്റെ നാഥൻ എന്ന നിലക്ക് കുടുംബമാകുന്ന സ്ഥാപനത്തിന്റെ തലവൻ എന്ന നിലക്ക് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അവരുടെ കടമകളും കടപ്പാടുകളും അവര് നിറവേറ്റുകയും നിർവഹിക്കുകയും ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും മറുഭാഗത്തേക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, അവരുടെ ന്യായമായ അവകാശങ്ങളും അവർക്ക് ലഭിക്കേണ്ടുന്ന കാര്യങ്ങളുമൊക്കെ ലഭിക്കും. അതാണ് ഒരു ഭാഗം പറഞ്ഞത്. ഇത് ഈ കുടുംബം എന്ന സ്ഥാപനം അല്ലെങ്കിൽ രണ്ടുപേര് ചേർന്നിട്ട് നടത്തുന്ന ഒരു സംവിധാനമാണ്. ഒരു ഇരുചക്രവാഹനമാണെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. എന്നുവെച്ചാൽ രണ്ട് വീലാണ്. അതിലൊരു വീല് മാത്രം നന്നായി മറ്റത് കുഴപ്പമായാൽ വണ്ടി നേരെ ചൊവ്വേ പോകില്ല. രണ്ട് വീലും നന്നാവണം. അപ്പോ ഇതിന്റെ ഒരു വീല് പുരുഷനാണെങ്കിൽ മറ്റേ വീല് സ്ത്രീയാണ്, ഒന്ന് ഭർത്താവാണെങ്കിൽ ഒന്ന് ഭാര്യയാണ്. അപ്പൊ ഭർത്താവ് നന്നായി, ഭാര്യ നന്നായില്ലെങ്കിൽ നേരെ ചൊവ്വേ മുമ്പോട്ട് പോകില്ല. ഭാര്യ നന്നായി, ഭർത്താവ് നന്നായില്ലെങ്കിലും നേരെ ചൊവ്വേ മുമ്പോട്ട് പോകില്ല. അപ്പൊ ഇത് രണ്ടു ഭാഗവും കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം ഇത് നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകുള്ളൂ നമ്മുടെ കുടുംബ സംവിധാനം. അപ്പൊ ഭാര്യമാര്, ഇപ്പൊ ഭർത്താക്കന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് ഭാര്യമാര് എന്ന സ്ത്രീകൾ, സഹോദരിമാര്, ഭാര്യ എന്ന നിലക്ക്, ഭാര്യ നമ്മൾ ഈ മലയാളം പറയുമ്പോൾ അങ്ങനെ ഭാര്യ എന്ന് പറയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ഭർത്താവ് എന്നൊന്നും അല്ല ശരിക്കും ഇസ്ലാമികമായ പ്രയോഗങ്ങൾ. പക്ഷെ നമ്മൾ ഭാഷ മലയാളം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയേണ്ടി വരികയാണ്. അപ്പൊ ഭർത്താവും ഭാര്യമാര് എന്താണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഭർത്താവിന്റെ പോലെ തന്നെ ഭാര്യയും ശ്രദ്ധിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ, അതിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. അല്ലാഹു തആല എന്ത് പറയുന്നു? സൂറത്തുൻ നിസാ, അർറിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. സൂറത്തുൻ നിസായിലെ 34-ാമത്തെ ആയത്താണ്. അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാരാണ് കുടുംബത്തിന്റെ നാഥന്മാർ. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്, അവർക്ക് ചിലർക്ക് ചിലരേക്കാൾ ചില പ്രത്യേകതകളുണ്ട്. കുടുംബനാഥൻ എന്ന ഉത്തരവാദിത്തം വഹിക്കാൻ കൂടുതൽ യോഗ്യര് അവരാണ്. അതുപോലെ വബിമാ അൻഫഖു മിൻ അംവാലിഹിം, അവർക്കാണ് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത. ഭാര്യയെ, കുട്ടികളെ, കുടുംബത്തെ ഒക്കെ സംരക്ഷിക്കാൻ അവരുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ, അവരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അടിസ്ഥാന ജീവിതാവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള ബാധ്യത പുരുഷന്റെ മേലാണ് എന്നതുകൊണ്ടും പുരുഷനാണ് കുടുംബത്തിന്റെ നാഥൻ. അത്രയും പറഞ്ഞു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് ആ ആയത്തിൽ തന്നെ പറയാണ് ഫസ്വാലിഹാത്ത്. എന്നാൽ നല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞ ആരാണ്? നല്ല സ്ത്രീകൾ എന്ന് പറയുന്നത് സദ്വൃത്തകളായ ഭാര്യമാരും സ്ത്രീകളും. അവരാരാണ്? അവര് ഖാനിതാത്തും, അവര് അനുസരണ സ്വഭാവമുള്ളവരാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഖാനിതാത്ത് എന്ന വാക്കിന് അനുസരണം എന്ന് പൊതുവെ അർത്ഥം, ചില മുഫസ്സിരീങ്ങൾ അടക്കം, ഒതുക്കം, അച്ചടക്കം, ഇങ്ങനെയുള്ള വാക്കുകൾ കൂടി ചേർത്ത് പറഞ്ഞു. അപ്പൊ ഒരു നല്ല ഒരു സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ, ഒരു സ്വാലിഹത്തായ സദ്വൃത്തയായ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുസരണമാണ്. അനുസരണമുണ്ട്, ഒതുക്കമുണ്ട്, അടക്കമുണ്ട്. നമുക്ക് മനസ്സിലാവും, അച്ചടക്കമുണ്ട്. അപ്പൊ ഇത് ആണ് ഒരു ഭാര്യ എന്ന അർത്ഥത്തിൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അഴക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാഹ്യ സൗന്ദര്യമല്ല, അടക്കവും ഒതുക്കവുമുള്ള ഒരു പെൺകുട്ടി, അച്ചടക്കമുള്ള ഒരു പെൺകുട്ടി, ഭർത്താവിനെ അനുസരിക്കുന്ന പെൺകുട്ടി. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഒരു പ്രശ്നമാണ്, ഈ വാക്കുകളൊക്കെ. പണ്ടൊന്നും പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കുക, പിന്നെ അങ്ങനെ അങ്ങ് അനുസരിക്കല്ലേ? അങ്ങനൊന്നും അനുസരിക്കൊന്നുമില്ല. ആരെ അനുസരിക്കാം? അങ്ങനെയാണ് ഇപ്പൊ ചോദിക്കാം. ഇവിടെ ആരും ആരെ അനുസരിക്കാൻ പോകുന്നില്ല. എല്ലാവർക്കും തോന്നിയതുപോലെ, അല്ലെ? ഒരു പെൺകുട്ടിയെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എന്റെ അടുത്ത സുഹൃത്താ പറഞ്ഞു, അയാളുടെ ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം ആലോചിക്കാൻ വേണ്ടി പോയി. അപ്പൊ തമ്മിൽ സംസാരിക്കുമല്ലോ, പെൺകുട്ടികൾ ആണും പെണ്ണും ഒക്കെ ഒന്ന് സംസാരിക്കും, അല്ലെ? അവര് നമുക്ക് കുടുംബത്തിനൊക്കെ ഏതാണ്ട് ഒത്തുകഴിഞ്ഞാൽ അവരൊന്ന് സംസാരിക്കും. അപ്പൊ സംസാരിക്കുമ്പോ ഈ പെൺകുട്ടി ഇയാളോട് പറഞ്ഞു പോലും, ഈ ചെറുപ്പക്കാരനോട് പറയാ, വരനാവെന്ന കാണാൻ വന്ന ആളോട് പറയണം, ചില കണ്ടീഷൻസ് ഉണ്ട്, ഡിമാൻഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പലപ്പോഴും പുറത്തു കൊണ്ടുവരും. അപ്പൊ എന്തിനാ പോണ്, എവിടേക്കാ പോണെന്ന് നിന്നോട് ചോദിക്കാൻ പാടില്ല. പിന്നെ ഞാൻ ചിലപ്പോ എന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരും, അത് ചിലപ്പോ കുറച്ചൊക്കെ ലേറ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പൊ എവിടെയായിരുന്നു ഇതുവരെ നിന്നോട് ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണോ? നിങ്ങൾ ഇതിനൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി പോയി എന്നാ പറഞ്ഞു. അങ്ങനെയുള്ള വേറെയും കഥകളുണ്ട്. അപ്പോ ചോദിക്കാനോ പറയാനോ പാടില്ല, എന്തെങ്കിലും അങ്ങോട്ട് പറയാൻ പാടില്ല. അനുസരണം എന്നൊന്നും പറഞ്ഞ സംഗതി ഇല്ല. അങ്ങനെ ഒരാളുടെ കീഴിലൊന്നും അല്ല. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഒരു പുതിയ ചിന്തയാണിത്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മനസ്സിനെ മലിനപ്പെടുത്തുകയും നമ്മൾ പരമ്പരാഗതമായി കാത്തു സൂക്ഷിച്ചു വന്ന ഒരുപാട് മൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അച്ചടക്കവും ഒതുക്കവും അതീതി സമ്മതികളൊക്കെ ഇപ്പൊ അങ്ങോട്ട് തള്ളിക്കളയാം. അതിനൊക്കെ ചവിട്ടി തെറിപ്പിച്ചിട്ട് തോന്നിയതുപോലെ അത് അല്ല. ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കുമ്പോൾ ഭാര്യമാരോട് പ്രത്യേകം ഖുർആനും സുന്നത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അത് പാലിക്കുന്നവർക്കാണ്. അല്ലാത്തവർക്ക് ഇതൊന്നും ബാധകല്ല. അല്ലാത്തവർക്കൊക്കെ ചവിട്ടി തെറിപ്പിച്ച് തോന്നിയ പോലെ നടക്കുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും ബാധകല്ല, അവരിതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇതിനൊന്നും വില കൊടുക്കാത്തത് കൊണ്ട് അവരങ്ങനെ നടക്കുക. നമ്മൾ ദീനിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഖുർആനിനും സുന്നത്തിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുക. നമ്മുടെ കുടുംബവും ആണെങ്കിലും വ്യക്തി ജീവിതമാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഏത് തലങ്ങളിലും ഇങ്ങനെ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഇസ്ലാമിക വ്യക്തിത്വം നിലനിർത്തി അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനൊക്കെ പ്രസക്തിയുണ്ട്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഈ ആയത്തിലെ ഈ കാര്യത്തിന് ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ, അനുസരിക്കണം.
അനുസരിക്കണം എന്ന് വെച്ചാൽ എന്തും അനുസരിക്കണം എന്നൊക്കെ അപ്പൊ ചോദിക്കാം. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ അങ്ങനെ എന്ത് പറഞ്ഞാലും അനുസരിക്കും. അപ്പൊ ഇതൊരു തെറ്റ് ചെയ്യാൻ പറഞ്ഞാലോ? അതൊക്കെ അറിയപ്പെട്ട കാര്യങ്ങളാണ്. തെറ്റ് ചെയ്യാൻ ഇനി ഭർത്താവ് എന്നല്ല, വാപ്പയും ഉമ്മാനെയും ബാപ്പനെ അനുസരിക്കണമല്ലോ. ഉമ്മയും ബാപ്പയും ഒരു തെറ്റ് ചെയ്യാൻ പറയണം. പടച്ച റബ്ബിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഉമ്മയും ബാപ്പയും പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണോ? വേണ്ടല്ലോ. ലാ തഅതലി മഖ്ലൂഖൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, പ്രസിദ്ധമായ കാര്യമാണ്. സൃഷ്ടാവിനെതിരിൽ സൃഷ്ടികൾക്ക് അനുസരണമില്ല. അത് വാപ്പയാണെങ്കിലും ഇല്ല, ഉമ്മയാണെങ്കിലും ഇല്ല, പാർട്ടി നേതാവാണെങ്കിലും ഇല്ല, സംഘടനാ പ്രസിഡന്റ് ആണെങ്കിലും ഇല്ല, ഇനി വേറെ ആരാണെങ്കിലും ഇല്ല. ഇല്ലേ? ഇല്ല. പടച്ച തമ്പുരാനെതിരിൽ പടപ്പുകൾക്ക് അനുസരണമില്ല. അതിവിടെയും ബാധകമാണ്. അതൊരു വലിയ കാര്യമല്ല. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്യാൻ ഭർത്താവ് പറഞ്ഞാൽ നമ്മൾ കേൾക്കണോ? വേണ്ട. പക്ഷെ തെറ്റ് ചെയ്യാൻ പറയുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ഒരു കുടുംബ സംവിധാനത്തിൽ ഭർത്താവ് കുടുംബത്തിന്റെ നാഥൻ എന്ന നിലക്ക് ആ കുടുംബത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അവിടെ ചില പറച്ചിലുകൾ ഉണ്ടാകും, ചില കൽപ്പനകൾ ഉണ്ടാകും, ചില നിർദ്ദേശങ്ങൾ ഉണ്ടാകും, ചില ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഇത്തരം കൽപ്പനകളോടും നിർദ്ദേശങ്ങളോടും ആഗ്രഹങ്ങളോടും ഒക്കെ ഒരു പോസിറ്റീവായ സമീപനം സ്വീകരിക്കണം ഭാര്യമാര് എന്നതാണ്. അപ്പൊ എന്തിനേയും നിഷേധിക്കുന്ന, എന്ത് പറഞ്ഞാലും ആ പറഞ്ഞതിന് എതിര് പറയാ, എന്ത് പറഞ്ഞാലും എതിര് പറയാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇല്ല എന്ന് വെറുതെ പറയണ്ട. നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ആ ഭർത്താവ് പറയുന്നതിനൊന്നും ഒരു വിലയില്ല. പിന്നെ നിങ്ങൾ പറയണല്ലോ ഇവിടെ ഞാൻ എന്റെ ഇഷ്ടം പോലെയാണ് ചെയ്യുക. അങ്ങനെ പറഞ്ഞിട്ട് അത് കുട്ടികളുടെ ഇടയിലും പറയും. അവസാനം മക്കൾക്ക് പോലും വിലയില്ലാതായ അവസ്ഥ ഉണ്ട്. എന്താണ് മക്കൾക്കും വാപ്പാനെ വിലയില്ല? എന്താ വാപ്പാന് മക്കൾക്ക് വില ഉണ്ടാകണമെങ്കിൽ ആദ്യം ഈ കുട്ടികളെ ഉമ്മാക്ക് വില ഉണ്ടാവണം. കുട്ടികളെ ഉമ്മാക്ക് വാപ്പാനെ വിലയില്ല, വാപ്പ പറയണീന് ഒരു വിലയില്ല, വാപ്പാന്റെ കാര്യങ്ങൾക്കും വിലയില്ല, വാപ്പ പറയണീനും വിലയില്ല, വാപ്പ ഒന്നും കുട്ടികളെ ഉമ്മാക്ക് വിലയില്ലെങ്കിൽ പിന്നെ ആ കുട്ടികൾക്ക് ഉണ്ടാകും എന്ന് വിചാരിക്കാൻ പറ്റൂല സാധാരണഗതിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ അനുഭവത്തിൽ കാണാണ്. അങ്ങനെയല്ല. ന്യായമായ കാര്യങ്ങളിൽ പടച്ചവനെതിരിൽ ഒരു കാര്യം പറയണേ അനുസരിക്കണ്ട. അല്ലാത്ത കാര്യങ്ങളിൽ അനുസരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് കുടുംബജീവിതത്തിൽ ഭാര്യമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനതിന് ബാധ്യസ്ഥമാണ്. എനിക്ക് ചെലവ് തന്ന് എന്നെ തീറ്റിപ്പോറ്റി എന്റെ കാര്യങ്ങൾ നോക്കാൻ പടച്ച റബ്ബ് ഏൽപ്പിച്ച് എന്റെ നാഥനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള എന്റെ എന്താ പറയാ, എന്റെ കുടുംബത്തിന്റെ എന്റെ നാഥനായിട്ട് പടച്ച റബ്ബ് ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ആ ആൾക്ക് വിധേയപ്പെടാൻ, അത് കുറച്ചൊരു അനുസരണവും ഒരു ഈ പറഞ്ഞ രൂപത്തിൽ ഒരു സമീപനം സ്വീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണെന്ന് ഒരു സ്ത്രീ, ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു ഭാര്യ മനസ്സിലാക്കണം. അതാണ് ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ. അതിന്റെ ഇതെല്ലാം മാത്രം പറഞ്ഞു പോകുമ്പോൾ ഇതന്നെ പറയാൻ നമുക്ക് സമയം തികയില്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഫസ്വാലിഹാത്തു ഖാനിതാത്തു, ഖാനിതാത്തുകളാവുക, ഖാനിതയാവുക, അനുസരണമുള്ള, അച്ചടക്കമുള്ള, അടക്കവും ഒതുക്കവുമുള്ള ഒരു ഭാര്യയാവുക എന്നതാണ് ഏറ്റവും നല്ല ഭാര്യമാര് അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്വാലിഹത്തായ പെണ്ണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ കാര്യം നോക്കൂ, ഹാഫിളാത്തുൽ ലിൽ ഗൈബ് ബിമാ ഹാഫിളല്ലാഹ്. രണ്ടാമത് ഈ ഭർത്താവിന്റെ അഭാവത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുന്ന, അല്ലാഹു തആല കൽപ്പിച്ചതനുസരിച്ചും അല്ലാഹു സൂക്ഷിക്കുന്ന കാര്യങ്ങൾ, അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളും സൂക്ഷിക്കുന്ന പെണ്ണാണ് ഒരു നല്ല പെണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തിന്റെ തഫ്സീർ നമ്മൾ നോക്കിയാൽ ഉടനെ വരും ചില ഹദീസുകൾ. ആ തഫ്സീറുകളിൽ കൊടുക്കും. അതേതാണ് ഹദീസ് എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ഹദീസാണ്. എന്താണ് ഹദീസ്? അത് അലാ ഉഖ്ബിറുക്കും ബിഖൈരി മാ യക്നിസുൽ മർഉ അൽ മർഅത്തു സ്വാലിഹ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ഒരു പുരുഷന് കിട്ടുന്ന ഏറ്റവും വലിയ നിക്ഷേപ നിധി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് അൽ മർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹത്തായ പെണ്ണാണ്. ഒരു സ്വാലിഹത്തായ പെണ്ണ് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ നിധിയാണ്. സ്വാലിഹത്തിന്റെ പറഞ്ഞില്ലേ, ഒന്നാമത്തെ ഗുണം അതാണ്. ഇനി ഇവിടെ തന്നെ വിശദീകരിച്ചുകൊണ്ട് വേറെ കൂടെ പറയാം. ആ പെണ്ണിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയാ, ഇദാ നളറ ഇലൈഹാ സർറത്തുഹു, നോക്കിയാൽ സന്തോഷം ഉണ്ടാക്കും. മുഖത്തേക്കൊന്ന് നോക്കാൻ പറ്റുന്നു, ഏതു നേരം ഇങ്ങനെ എന്താ പറയാ, പ്രതിഷേധത്തിന്റെ, ദേഷ്യത്തിന്റെ ഒരു എന്താ വീർത്ത മുഖമായിട്ട് നിൽക്കാന്നൊക്കെ ചിലർ പറയും. ഏതു നേരം മുഖം വീർപ്പിച്ചു. അങ്ങനെയൊന്നും അല്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, നമ്മൾ ഈ കുടുംബമാകുമ്പോൾ ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും എന്നൊക്കെ പറയുന്നില്ലേ. അത് കുടുംബജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരല്ലേ, രണ്ട് നിരന്തര പ്രശ്നങ്ങളല്ലേ.
നമ്മളെപ്പോഴെങ്കിലും ഒന്ന് കണ്ടു പിരിഞ്ഞ് ലോകം പറഞ്ഞ് ചായ കുടിച്ച് പിരിയുന്നതല്ലോ. 24 മണിക്കൂറും ആഴ്ചയും മാസവും വർഷവും വർഷങ്ങൾ നമ്മളിങ്ങനെ പല ജാതി പ്രശ്നങ്ങളും പ്രയാസം പ്രതിസന്ധി ഒക്കെ കടന്ന് നമ്മൾ ജീവിച്ചു പോകണേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലത് പറിച്ചും പറഞ്ഞു ഏറ്റവും കുറച്ചൊക്കെ ഉണ്ടാവും. അതൊന്നും അങ്ങനെ മനസ്സിക്ക് കൊടുക്കാതെ, അല്ലെങ്കിൽ അതിന്റെ അത്ര കാര്യങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് എടുക്കാതെ, അതിനൊക്കെ സൗന്ദര്യപ്പണക്കം എന്ന് പറഞ്ഞില്ലേ, ആ തലത്തിൽ നിർത്തിയിട്ട് അതൊക്കെ ഉണ്ടാവും. അതൊരു സമയത്തുണ്ട്. കുറച്ചു നേരം മിണ്ടിയിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, നോക്കുന്നില്ല, പറയുന്നില്ല, ഓക്കെ, അത് കഴിഞ്ഞു. അതിനപ്പുറത്ത് പിന്നെയും ജീവിതം സാധാരണഗതിയിൽ മുമ്പോട്ട് പോകണം. അപ്പൊ ഇതെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ആ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ 22 ദിവസം വേണ്ടൂല, 4 ദിവസം വേണ്ടൂല, നോക്കാൻ പറ്റില്ല, മിണ്ടാൻ പറ്റൂല, എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകും? കുടുംബം മുന്നോട്ട് പോകില്ല. അപ്പൊ അവിടെ സമാധാനം ഉണ്ടാവില്ല. അല്ലെ, ഞാനൊരു കുത്തുബ നടത്തി, ഈ ഒരു കല്യാണ കുത്തുബയിൽ ഞാൻ ഈ ഹദീസ് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ കുത്തുബയിൽ നമുക്ക് പല കാര്യങ്ങൾ കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അല്ലേ പറയാം. അപ്പൊ അതിൽ പറഞ്ഞപ്പോ കുത്തുബ കഴിഞ്ഞിട്ട് എന്നോട് ഒരാൾക്ക് വന്ന് പറഞ്ഞു, എനിക്ക് പരിചയമുള്ള സുഹൃത്താ, എന്റെ അടുത്ത് പറഞ്ഞു, നാട്ടിൽ ഞങ്ങൾ ഒരു ക്ലാസ് സംഘടിപ്പിച്ച് ഞങ്ങളൊന്ന് വരുമെന്ന്, ഒരു വനിതാ ക്ലാസ് സംഘടിപ്പിച്ച് വരും. എന്താ അപ്പൊ അവിടെ വനിതാ ക്ലാസ് പ്രത്യേകിച്ച്? അല്ല, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താന്ന് വെച്ചാൽ, അല്ല, വീട്ടിലൊന്ന് കയറി ചെല്ലാനേ, ഒരു സമാധാനത്തിൽ കയറി ചെല്ലാൻ പറ്റുന്നൊരവസ്ഥയില്ല. ഇതൊക്കെ അപ്പൊ ഇങ്ങനെ അവസ്ഥയാണ്. വീട്ടിക്ക് സമാധാനത്തിൽ കയറി ചെല്ലാം. നമ്മള് എല്ലാ മനുഷ്യന്മാരെ കറങ്ങി അലഞ്ഞു തിരിഞ്ഞ് പല പ്രശ്നങ്ങൾ അനുഭവിച്ച് ക്ഷീണിച്ച് അവസരം ഒന്ന് കയറി ചെല്ലുമ്പോ അവിടെ നമുക്കൊരു സമാധാനം കിട്ടില്ലെങ്കിൽ നമ്മളെ വീട് സെക്കനാണോ? വീട് മസ്കനാണോ? വീട് എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ സമാധാനത്തിന്റെ ഇടം. സെക്കൻ എന്ന് പറയും. അതിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞറിയോ, എന്താണ് ശാന്തിയുടെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവിടെ ഭാര്യ ഉള്ളത് കൊണ്ടാണ്. അവിടെ ആ ഒരു പെൺകുട്ടി ഉണ്ട്, ഒരു പെൺകുടി, ഇയാളുടെ നല്ല പാതി അവിടെ ഉണ്ട്. അതുകൊണ്ട് അതാണ് വീടിന് മസ്കൻ എന്നും സെക്കൻ എന്ന് പറയും. വാക്കിന്റെ അർത്ഥം അതല്ലല്ലോ, പക്ഷെ അതാണ് പറയാ. മസ്കന്ന പറയാ. വീടാണ്. വീട് എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ കേന്ദ്രം. എന്താണ് ആ ശാന്തിയുടെ കേന്ദ്രം എന്ന് പറഞ്ഞു? അവിടെ ആ പെൺകുട്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അവിടെ ഭാര്യയുണ്ട്, അതുകൊണ്ട് അവിടെ ശാന്തിയുടെ കേന്ദ്രം. അങ്ങനെയല്ലേ വേണ്ടത്? അപ്പൊ നോക്കിയാൽ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരവസ്ഥ കാണുമ്പോ, മുഖത്ത് നോക്കുമ്പോ ഒന്ന് നോക്കാം അല്ലെ. രാവിലെ ഒക്കെ 5 മണിക്ക് 4 മണിക്കൊക്കെ ഇറങ്ങിപ്പോകും. 5 മണിക്ക് ഇറങ്ങിപ്പോയി, എന്നിട്ട് പറഞ്ഞ പോലെ അലഞ്ഞ് തിരിഞ്ഞു വരികയാണോ? എന്തെല്ലാം മനുഷ്യന്മാർ ചെയ്യുന്ന എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നുപോകും. എന്നിട്ട് രാത്രി വൈകിയൊക്കെ ഒന്ന് വരുമ്പോ ഒരു സന്തോഷത്തോടെ സലാം പറഞ്ഞ് കൈപിടിച്ചിട്ട് അല്ലെ, ഒരു സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയോടെ ആ മനുഷ്യനെ ഒന്ന് സ്വീകരിക്കാൻ ഒരാൾക്ക് പറ്റി, ഒരു പെൺകുട്ടിക്ക് പറ്റുന്നുവെങ്കിൽ അതാണ് നിധി എന്ന് പറയുന്നത്. അതാ അള്ളാന്റെ റസൂല് പറഞ്ഞത്. ഈ നിധി നോക്കിയാൽ ഒരു സന്തോഷം, മുഖത്ത് നോക്കി ഒരു തൃപ്തിയും സമാധാനവും കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടോ? അതാണ് ഒരു നല്ല പെണ്ണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പറഞ്ഞു. ഇദാ നളറ ഇലൈഹാ സറത് വഇദാ അമറഹാ തഅത്. ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കും. പറഞ്ഞല്ലോ, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കും. വഇദാ ഗാബ അൻഹാ ഹഫിളത്ഹു ഫീ നഫ്സിഹാ വമാലി. ഇയാളുടെ അഭാവത്തിൽ അവളുടെ ശരീരവും അയാളുടെ സമ്പത്തും കാത്തു സൂക്ഷിക്കും. രണ്ടും പ്രധാനം. പ്രത്യേകിച്ച് നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ദമ്പതികൾ പിരിഞ്ഞിരിക്കേണ്ടെന്ന് ഒരുപാട് കാലം പിരിഞ്ഞിരിക്കുക. ഗൾഫിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് ഇവിടെയൊക്കെ പോയിട്ട് 6 മാസം 1 കൊല്ലം 2 കൊല്ലം ഒക്കെ ദമ്പതികൾ പിരിഞ്ഞിരിക്കേണ്ടുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ പല പ്രശ്നങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ്? അവിടെ പല അബദ്ധങ്ങളും സംഭവിക്കുന്നു, അരുതായ്മകൾ പലതും സംഭവിക്കുന്നു. ഇത് മുന്നിൽ കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത്, ഭർത്താവിന്റെ അഭാവത്തിൽ ഒരു പെൺകുട്ടി തന്റെ ശരീരത്തെക്കുറിച്ച്, തന്നെക്കുറിച്ച്, തന്റെ പാതിവൃത്യത്തെക്കുറിച്ചും തന്റെ ദീനിയായ ഈമാനികമായ ഇസ്ലാമികമായ ഉയർന്ന നിലവാരത്തെക്കുറിച്ചും എപ്പോഴും ബോധമുള്ളവളാവുകയും അവളുടെ ശരീരം കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. മറ്റൊന്ന് പറഞ്ഞത് അയാളുടെ സമ്പത്തും കാത്തു സൂക്ഷിക്കണം. ഇതും ഈ ഗൾഫ് കാലത്തും ഈ പ്രവാസകാലത്തും പ്രത്യേകിച്ചും പ്രസക്തമാണ്. കാരണം എന്താണെന്നറിയോ? 10, 15, 20, 25, 30 കൊല്ലമൊക്കെ ഗൾഫിലൊക്കെ ജോലി ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തിട്ട് ആളുകൾ പലപ്പോഴും രോഗവും മറ്റു പ്രയാസങ്ങളൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വന്നു. പ്രവാസികൾ ഇതിൽ പ്രവാസത്തിന്റെ അനുഭവം ഇല്ലാത്തൊരു കുറവായിരിക്കും. അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ സമ്പാദിച്ച് 30 കൊല്ലം 35, 40 കൊല്ലം ഒന്നും ആയിട്ടും നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു 6 മാസം അവിടെ ഇരുന്നിട്ട് മര്യാദക്ക് ഒരു കഞ്ഞി കുടിക്കാനുള്ള വകയില്ലാത്തൊരവസ്ഥ. എന്താ അതിന്റെ കാരണം എന്ന് വെച്ചാൽ വളരെ മോശം വരുമാനമുള്ളത് കൊണ്ടോ അയാളൊന്നുമല്ല. ഈ കിട്ടുന്നത് മുഴുവൻ നാട്ടിലേക്ക് അയക്കും. എത്ര അനുഭവങ്ങളുണ്ടെന്നറിയും? എത്ര അനുഭവങ്ങളുണ്ട്?
നമ്മളോട് പലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രവാസകാലം, ഞാൻ ഒരുപാട് കാലം പ്രവാസത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, നമ്മളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ ഞങ്ങൾ അവിടെ ഒരു ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് ജനങ്ങളെ ബന്ധപ്പെടും. ഞങ്ങൾ കുവൈത്തില് 35,000 ആളുകളെ, പ്രവാസികളെ, മലയാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ ഒരു സുരക്ഷാ പദ്ധതി വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക നമ്മളെ പ്രസ്ഥാനം അവിടെ, കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് KIG. അപ്പൊ ഞാൻ അതിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ ബന്ധപ്പെടും. അപ്പൊ ഈ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയാം. ഒരാൾ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, അതുകൊണ്ട് പോയി പറഞ്ഞു, നിങ്ങൾ ഇതിൽ ഇത്തിരി ചെറിയ സംഖ്യ തന്നിട്ട് ഇതിലൊരു മെമ്പറായിട്ട് ചേർന്നാല് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അയാൾ പറയാണ് ഞാൻ മരിച്ചിട്ട് എന്റെ കുടുംബത്തിന് കിട്ടുന്നതല്ല, എനിക്ക് വല്ലതും കിട്ടുന്നതുണ്ടോ? ഞാനിപ്പോ ഈ 30 കൊല്ലം 40 കൊല്ലം ഇങ്ങനെ ജീവിച്ചിട്ടും, അയാളൊരു ഹോട്ടൽ തൊഴിലാളിയാണ്, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടും അവിടെ ഒന്നും ബാക്കിയില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടല്ലാതെ ഞാൻ ജീവിക്കുമ്പോ എനിക്ക് വല്ലത് കിട്ടും, നിങ്ങളുടെ അടുത്ത് വല്ല പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ പോയ ആളെ ഞങ്ങളുടെ മനസ്സിൽ തട്ടി ഞങ്ങൾ കൂടി ആലോചിച്ചു. അപ്പൊ നമുക്ക് ജീവിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും പദ്ധതി വേണം. അപ്പൊ പിറ്റേ വർഷം മുതൽ നമ്മൾ മാരക രോഗം ബാധിക്കുന്ന ആളുകൾക്ക് ചികിത്സക്കുള്ള ഒരു സഹായ പദ്ധതിയും കൂടി അതിൽ പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിൽ അന്നത് കൊണ്ടു, മരിച്ചിട്ട് മരിച്ചിട്ട് ഇനി അവർക്ക് കിട്ടുന്ന വല്ല, ജീവിച്ചിരിക്കുന്ന ഇത്രയും കാലം ഞാൻ ജീവിച്ച് ഒരു ഹോട്ടലിലൊക്കെ, സാധാരണ ഹോട്ടലിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, 15-16 മണിക്കൂർ പണി. അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ദുരിതപൂർണ്ണമാണ്. കണ്ടു കഴിഞ്ഞാൽ അനുഭവിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്നിട്ട് പറയാം, അത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് ഒന്നും ബാക്കിയില്ല. എന്താ കാരണം എന്നറിയോ? വിശദമായി സംസാരിച്ചപ്പോ ഇത് ഇവിടുന്ന് ഇങ്ങനെ കാട്ടിലെ മരം തേവരുടെ ആന വലിയടാ വലിയെന്നൊരു മലയാളത്തിലൊരു ചൊല്ലുണ്ട്. ഇതിങ്ങനെ വരിക, ഇത് വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ വെള്ളം പോലെ ഒഴുകുക, യാതൊരു കാവലും ശ്രദ്ധയില്ല. അങ്ങനെ എത്ര പ്രവാസികളുടെ കുടുംബങ്ങൾ എന്ന് പറയും. എന്താണ് കഷ്ടപ്പെട്ട്, അതിനൊരു വിലയില്ല, ധൂർത്തടിച്ചിട്ട് അല്ലെ, കറങ്ങി നടന്നിട്ട് അല്ലേ, നാട്ടിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണവും അടിച്ചു പൊളിച്ച് കഴിച്ച ഭക്ഷണം കഴിക്കേണ്ടതൊന്നുമല്ല അല്ലെ. അങ്ങനെ എന്തൊക്കെ ഇതില് യാതൊരു കരുതലും. ഈ മനുഷ്യൻ ചോര നീരാക്കി അധ്വാനിച്ച് തന്റെയും കുട്ടികളുടെയും കാര്യത്തിന് വേണ്ടി അയാളുടെ ജീവിതം ഉരുക്കി തീർത്തിട്ട്, മെഴുകുതിരി പോലെ ഉരുക്കി തീർന്നിട്ട് നിങ്ങളുടെ അതൊന്ന് കുറച്ച് കാവലായി ഒരു കരുതലോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കാത്ത എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാം, കുടുംബിനികളുണ്ടെന്നറിയാം. അതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന എത്ര മനുഷ്യരുണ്ടെന്നറിയാം. അതാണ് അള്ളാന്റെ റസൂല് പറയാണ്, അയാളുടെ അഭാവത്തിൽ അയാളുടെ സമ്പത്ത് ഉത്തരവാദിത്തത്തോടുകൂടി കൈകാര്യം ചെയ്യണം ഒരു പെണ്ണെന്ന. ഉത്തരവാദിത്തത്തോട് കൈകാര്യം ചെയ്യണം, പടച്ച റബ്ബ് ചോദിക്കുമെന്ന ബോധത്തോടുകൂടി. അങ്ങനെയും ചിലർ പറഞ്ഞു. ഇന്നലെ എനിക്ക് ഒരാള്, നമ്മുടെ ഈ സദസ്സിൽ നിന്നുള്ള ഒരാളിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചത്, ഒരു എന്താ പറയാ, 2 ദമ്പതികളെ കുറിച്ചുള്ള ഒരു കഥ. ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോ എന്നുള്ളത് കൊണ്ടുകൂടി ആയിരിക്കും അയച്ചിട്ടുണ്ടാവും. അപ്പൊ അതില് ഒരു 2 അവസ്ഥ പറഞ്ഞു. ഒന്നെന്ന് വെച്ചാൽ ഭർത്താവിന് അതിന്റെ വരുമാനത്തിനനുസരിച്ച് ചെലവ്, അതിൽ നിന്ന് തന്നെ കുറച്ച് മിച്ചം വെച്ച് ഒരു പ്രതിസന്ധിയോ പ്രയാസങ്ങളോ വരുമ്പോ താങ്ങായിട്ട് തണലായിട്ട് നിൽക്കാൻ വേണ്ടി നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബത്തെക്കുറിച്ചും, ഒരു കുടുംബിനിയെ കുറിച്ചും, മറിച്ചൊരു കുടുംബിനി, 2 കുടുംബിനികളെ കുറിച്ചുള്ള വിവരണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ കണ്ണിൽ ഇത് രണ്ടും കാണുന്നുണ്ട്. അപ്പൊ സഹോദരിമാര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബിനികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭർത്താവിനെ ഒന്ന് അറിയണം. ഇയാളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് ഇയാളുടെ വരുമാന മാർഗം, നാളെ ഇയാൾക്ക് പണിയെടുക്കാൻ പറ്റാതായാൽ മറ്റന്നാൾ ഈ കുടുംബം എങ്ങനെ പുലർന്നു പോകും, എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കുക, എങ്ങനെയാണ് നമ്മുടെ ജീവിതം നടക്കുക, അതിനെന്തുണ്ട് മാർഗം എന്നൊക്കെ കുറച്ചൊന്ന് ആലോചിച്ചിട്ടേ അതിനനുസരിച്ചുള്ള ഒരു കരുതൽ അല്ലെ. 100 കിട്ടുന്നതെങ്കിൽ അതൊരു 10 എടുത്തു വച്ചിട്ടേ, അതൊരു ഉത്തരവാദിത്വത്തോടുകൂടി കൈകാര്യം ചെയ്തിട്ടേ, ഇങ്ങനെയൊക്കെ താങ്ങായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അള്ളാന്റെ റസൂല് പറയാണ്, ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ നിധി ആ പെൺകുട്ടിയാണെന്ന്. അള്ളാഹുവിന്റെ റസൂൽ പറയാം, അത് അതിലും വലിയ നിധി ഇല്ല. കാരണം എന്താണെന്നറിയോ, ജീവിതത്തിൽ താങ്ങായിട്ട് നിൽക്കും, തണലായിട്ട് നിൽക്കും. അപ്പൊ ഒരിത്തിരി അനുസരണം, ഒരിത്തിരി പോസിറ്റീവായ സമീപനം, നോക്കിയാലും വർത്താനം പറഞ്ഞാലൊക്കെ വർത്താനം പറയാനും ഇരിക്കാനും അടുത്തിരിക്കാനും ചേർന്നിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സന്തോഷകരമായ സാഹചര്യം, അവസ്ഥ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട്, അവസ്ഥ അറിയാൻ നമ്മുടെ നാടൻ മലയാളം പറയാം, അവസ്ഥ ഒന്ന് അറിഞ്ഞിട്ട് ഒന്ന് അതനുസരിച്ച് ഉയർന്നു നിന്നിട്ട് മക്കളൊക്കെ ഒന്ന് പറഞ്ഞിട്ട്, മക്കൾക്ക് ചിലപ്പോൾ മുന്തിയത് വേണ്ടി വരും, എല്ലാ കാര്യവും മുന്തിയത്, നമുക്ക് അത്ര മുന്തിയത് വേണ്ട, നമുക്ക് അത്രയും വരുമാനമില്ല, നമ്മുടെ ഉപ്പാക്ക് ഇങ്ങനെയാണ് വരുമാനം, അല്ലെങ്കിൽ ഉപ്പ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാ, നാളെ നമുക്ക് എന്തെങ്കിലും ഉപ്പാക്ക് ഒരു വയ്യായിക വന്നാൽ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, നമുക്കൊരു പ്രതിസന്ധി വന്നാലും നമുക്ക് ജീവിച്ചു പോകാൻ എന്തെങ്കിലും നമ്മൾ സമ്പാദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിനനുസരിച്ചേ നമുക്ക് മുമ്പോട്ട് പോകാവൂ എന്നൊക്കെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു ഉമ്മ വേണ്ടേ. ഇത് ഉമ്മ എന്നത് മുന്നിൽ നിന്നിട്ട് ഈ പറഞ്ഞ പോലെയാണെങ്കിൽ പിന്നെ ആ മക്കൾ എന്താ അവസ്ഥ?
അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞത് ഇത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒരു ഇത്തിരി സമാധാനവും ശാന്തിയും കൊടുത്തു കഴിഞ്ഞാലേ നല്ല സന്തോഷമുള്ള കുടുംബജീവിതം ഉണ്ടാകും. വീട്ടിലിരിക്കാൻ തോന്നണം. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഈ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് പീഡിയക്കൊലായിൽ ഇരുന്ന് പാതിര വരെ ഇരിക്കുന്ന ആളുകളുടെ പ്രശ്നം ഒന്ന് ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താ പറയുക, വീട്ടിലേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുണ്ട്. ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഒരാള്, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള്, അയാള് ഞങ്ങളെക്കാളും നേരത്തെ വരും. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഉള്ള പണിയാണല്ലോ അയാൾക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞു മൂപ്പര് എന്തൊത്തിരി നേരത്തെ വരുന്നത്, ഒഴിവ് ദിവസവും വരും, ഹോളിഡേയ്സിലൊക്കെ വന്നിട്ട് പണിയുണ്ട് എന്ന് പറഞ്ഞു. വൈകുന്നേരം പണി കഴിഞ്ഞാലും വീട്ടിൽ പോകില്ല. എന്താ പോവാത്തെ? അപ്പൊ എന്താ പ്രശ്നം? എന്താണ് ഇപ്പൊ നമുക്കില്ലാത്തൊരു? അപ്പൊ അറിയുന്ന ഒരാൾ പറഞ്ഞു, അയാൾ വീട്ടിൽ അയാൾക്ക് ഇരിക്കാൻ പറ്റില്ല, സമാധാനം കിട്ടും, സമാധാനം കൊടുക്കൂല. അതാണ് ഇവിടുത്തെ സാഹചര്യം. നോക്കൂ സഹോദരന്മാരെ, ഇങ്ങനെയുണ്ട് വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ പുരുഷന്മാർക്ക്. എന്നാൽ വീട്ടില് ഇയാൾ ചെല്ലുന്നത് വളരെ എന്താ പറയാ ഭീകരാന്തരീക്ഷത്തിൽ പേടിയോടുകൂടി കാണുന്ന വീട്ടു സാഹചര്യം അതുകൊണ്ട്. അപ്പൊ ഇത് രണ്ടും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ സ്വർഗം നമ്മൾ ഉണ്ടാക്കുന്ന ദുനിയാവില്, നമ്മുടെ നരകവും നമ്മൾ ഉണ്ടാക്കുന്നതാണ് ദുനിയാവില് കേട്ടോ. നമ്മൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് നമ്മൾ തന്നെ ആദ്യം തീരുമാനിക്കണം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഭാര്യമാരും അവരുടെ കടമയും കടപ്പാടും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരു പുരുഷനാണെങ്കിൽ ഉമ്മയോടാണെന്ന് പറഞ്ഞു, ഒരു സ്ത്രീക്കാണെങ്കിൽ ഭർത്താവിനോടാണെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ അങ്ങനെ? അതിന് ഉമ്മയെ നോക്കിയിട്ട് ഉമ്മാന്റെ അടുത്ത് പരിചരിച്ചും മാപ്പാന്റെ അടുത്ത് പരിചരിച്ചും സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റില്ല. അവരവരുടെ ഭർത്താവിന്റെ കൂടെ കൊണ്ടിരും. ഉമ്മാനോടുള്ള കടമയും കടപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ ആരോടാണെന്ന് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി ഇത് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ ചോദിച്ചു, ഈ കിസ്റ കൈസർ രാജാക്കന്മാരൊക്കെ അവരുടെ ആളുകൾ എന്താ പറയാ, ആളുകൾ വന്നിട്ട് രാജാക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സുജൂദ് ചെയ്യട്ടെ? അള്ളാന്റെ റസൂല് പറഞ്ഞു, പാടില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് അനുവാദമല്ല, അത് പാടില്ല. സുജൂദ് അള്ളാന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ ഭാര്യയോട് പറയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്രക്കുണ്ടേ, അത്രക്കുമുണ്ട്. ആ രൂപത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിതം. ഞാൻ സഹോദരിമാരോടാ സംസാരിക്കണം. നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഈ പുരുഷന്മാര് ഇങ്ങനെ എന്താ പറയാ ബലി കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ? കണ്ടിട്ടില്ലേ? അപ്പൊ അതിനെ കുറിച്ചൊന്നും പറയണ്ട, അത്രയുണ്ട്. അപ്പൊ സുജൂദൊന്നും വേണ്ട. ഞാൻ നീ പറഞ്ഞ പോലെ ഒരിത്തിരി മാന്യമായ ഒരു പെരുമാറ്റത്തിന്റെ, ഒരു അനുസരണത്തിന്റെ, ഒരു സന്തോഷത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. സമ്പത്തിലും ശരീരത്തിലും ഒക്കെ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാകുക. ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ഒരു കുടുംബം അല്ലെ? ഭർത്താവ് പുറത്തു പോയിട്ട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുക, ഭാര്യ അപ്പം ഒന്ന് കുടുംബത്തെ നോക്കണം. അങ്ങനെയാണ് സാധാരണഗതിയിൽ. നമ്മുടെ സാധാരണ സിസ്റ്റം നമ്മൾ ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ ഒരു ഇസ്ലാമികമായിട്ട് അംഗീകരിക്കാവുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തം, പണി പുറത്തു പോയി എടുക്കേണ്ടത് പുരുഷൻ. സ്ത്രീക്ക് പണിയുണ്ട്, വീടും കുടുംബവും കുട്ടികളൊക്കെ ഒരു പണിയാണ്. പിന്നെ നമ്മളിപ്പോ പുതിയ കാലത്തെന്ന് വെച്ചാൽ സ്ത്രീകളും ധാരാളമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അത് കുടുംബത്തിന് വേണ്ടി കൂടിയാണെങ്കിൽ അപ്പൊ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ പുരുഷന്മാർ കൂടി അല്ലെ ശ്രദ്ധിക്കണം എന്നൊരു കാര്യം കൂടി അവിടെ ഉണ്ടെന്ന് മാത്രം. സാധാരണഗതിയിൽ പുറത്തു പോയി കഷ്ടപ്പെട്ട് പുരുഷന്മാർ പണിയെടുക്കുക, സ്ത്രീകൾ കുട്ടികളും കുടുംബവും അവിടെ ആഭ്യന്തരം വളരെ ഭദ്രമായിട്ട് നടത്തുക. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ സമാധാനവും സന്തോഷമുള്ള കുടുംബം ഉണ്ടാകും. ആ കുടുംബത്തിലാണ് അള്ളാഹുവിന്റെ ഖൈറും ബർക്കത്തും ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ഒരു ഹദീസില്ലേ, ഒരു പെണ്ണ് മരിച്ച്, ആ പെണ്ണ് മരിച്ചപ്പോ ആ മരിച്ച പെണ്ണിനെ കുറിച്ച് ആരുടെ ഭർത്താവ് സംതൃപ്തനാണെങ്കിൽ അവള് സ്വർഗാവകാശിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു പെണ്ണ് മരിച്ചിട്ട്, ഞാൻ ഒരിക്കൽ ഇവിടെ ഇതൊരു കുത്തുബയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ കുത്തുബയൊക്കെ ഞാൻ തന്നെ നടത്തുന്ന, നിക്കാഹൊക്കെ ഞാൻ തന്നെ നടത്തുന്ന ആളായതുകൊണ്ട് അവിടെ എവിടെയും പറഞ്ഞതിലൊക്കെ ചെറിയ ആവർത്തനങ്ങളൊക്കെ വരും, നിങ്ങൾ ക്ഷമിച്ചേക്കണം. ഞാൻ ഒരു ജനാസയിൽ പങ്കെടുത്തിട്ട് ഒരാൾ മരിച്ചു, ഒരാളുടെ ഭാര്യ, എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ മരിച്ചു. ആ ജനാസയിൽ ഞങ്ങൾ ഖബറിങ്ങനെ മയ്യത്തിങ്ങനെ മറവ് ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് ഇറക്കി വെച്ച് ഇങ്ങനെ മറവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു തേങ്ങിക്കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇയാളുടെ ഈ 2 മക്കൾ എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്. അപ്പൊ ഞാൻ അവരെങ്ങനെ ശ്രദ്ധിച്ചു, ആരാണ് ഈ കരയുന്നത്? അവരൊന്നുമല്ല. അപ്പൊ പിന്നെ ആരാണ് ഈ തേങ്ങിക്കരയുന്നത് നോക്കുമ്പോ ഏതാണ്ട് 65-70 വയസ്സുള്ള ആ സഹോദരിയുടെ ഭർത്താവ്, ഖബറടക്കം ചെയ്യപ്പെടുന്ന സഹോദരിയുടെ ഭർത്താവ് തേങ്ങിലടക്കാൻ കഴിയാതെ കരയാണ്. ഞങ്ങൾ പ്രയാസപ്പെട്ടു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. എന്താ? അപ്പൊ ഞാൻ കുറച്ചും കൂടെ അന്വേഷിച്ചു. അത്രയും അറ്റാച്ച്മെന്റ് ആയിരുന്നു.
അവർ ഈ അദ്ദേഹത്തെ അത്രയും കരുതലോടെ പരിഗണിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവരുടെ വസ്ത്രം അവര് നിങ്ങളുടെ വസ്ത്രം, അങ്ങോട്ടും ഇങ്ങോട്ട് ചേർന്ന് ഒട്ടിപ്പിടിച്ചു നിൽക്കുക. ഒന്നിനും മറ്റൊന്നിനും പിരിയാൻ കഴിയില്ല. അതെങ്ങനെയാ അത് സംഭവിക്കുന്നത് വെച്ചാൽ അതി പറഞ്ഞതുകൊണ്ട് ജീവിതം കൊണ്ട് സംഭവിക്കുന്നതാ പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂല് പറയാ, ഒരു പെണ്ണ് മരിച്ചിട്ട് അയാളുടെ ഭർത്താവില്ലേ ആ കണ്ണുനീര്, ഒരു കണ്ണുനീര് സ്നേഹത്തോടെ ഓർത്തിട്ട്, തൃപ്തിയോടെ ഓർത്തിട്ട്, നന്ദിയോടെ ഓർത്തിട്ട് ആ ഭർത്താവിന്റെ കണ്ണെന്നും വീഴുന്നുവെങ്കിൽ ആ പെണ്ണ സ്വർഗാവകാശി. മറിച്ചാണെങ്കിൽ എന്തായിരിക്കും പിന്നെ പറയണ്ടല്ലോ. അപ്പൊ സഹോദരിമാര് ശ്രദ്ധിക്കണം. ഇതിപ്പോ ഇവിടെ വന്ന സഹോദരിമാര്, ഇനി വരാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഖുത്ബയൊക്കെ നമ്മുടേതായ മഹല്ല് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കല്യാണമൊക്കെ വിവാഹത്തിന്റെ മുമ്പ് നമ്മുടെ പെൺകുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ ഇതൊക്കെ സംസാരിക്കണം. ഒരു കൗൺസിലിംഗ് എന്നൊരു സംഗതി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ സമയം നമ്മൾ വിവാഹത്തിന് മുമ്പ് നമ്മുടെ കുട്ടികളെ, ആൺകുട്ടികളെ പെൺകുട്ടികളായാലും പറ്റാവുന്ന ഒരാളെ വിളിച്ച് ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇപ്പൊ കുടുംബ പ്രശ്നങ്ങളൊക്കെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള വസ്വാസുകൾ നമ്മുടെ കുട്ടികളെയൊക്കെ മനസ്സിലാകെ കയറി പലരും ഇത് കലക്കിയിരിക്കുകയാണ്. അപ്പൊ അതിനെയൊക്കെ നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിപ്പോൾ കാലവർഷമാണ്, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ചു മുമ്പ് മഴയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിരുന്നില്ലേ, അപ്പുറത്തൻ പള്ളിയിൽ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പൊ മഴ അള്ളാഹു തആല തന്നിരിക്കുക. അള്ളാഹിന്റെ ഖൈറാണ്, അള്ളാഹുവിന്റെ ബർക്കത്താണ്. തരുന്നത് അള്ളയാണ്, മഴ തരുന്നത് അള്ളയാണ്. പിടിച്ചു വച്ചാൽ അതും പടച്ച റബ്ബാണ് അല്ലേ. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മേഘവാളികളിൽ നിന്നും നിങ്ങളാണോ അത് വർഷിപ്പിക്കുന്നത്, നാമാണോ? അള്ളാഹു താല ചോദിക്കുന്നത്. അള്ളാഹ് തന്നില്ലെങ്കിൽ നമുക്കില്ല, തന്നാലേ നമുക്കുള്ളൂ. നമുക്കായിട്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ പടച്ച റബ്ബിന്റെ കാരുണ്യം. നമുക്ക് മഴ ആവശ്യം. നമ്മളുടേതായ ഒരു ഭൂമിശാസ്ത്രപരമായ സാഹചര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 4 മാസം 5 മാസം 6 മാസമൊക്കെ മഴ പെയ്തിട്ടാണ് നമ്മളിവിടെ ജീവിക്കുക. അതാണ്. അതോടൊപ്പം അതിൽ ചില പ്രയാസങ്ങൾ ചില സന്ദർഭങ്ങളിലുണ്ട്. അപ്പൊ ചില പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കാം. ഈ അതല്ലെങ്കിൽ മലയാളത്തിലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക. എന്താണെന്നറിയോ, അള്ളാഹിന്റെ റസൂൽ മഴയെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, പടച്ചോനെ ഇതിലുള്ള ഖൈറ് ഞങ്ങൾക്ക് നൽകണേ, ഇതിലുള്ള ഷെറിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അമിതമായി പെയ്തപ്പോ പറഞ്ഞു, പടച്ചോനെ എല്ലാം ഞങ്ങളുടെ മേലിലല്ല പരിസരത്ത് കൂടിയൊക്കെയും കൊടുത്തിട്ട് ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അപ്പോ ഒരു ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി, കുറെ പ്രയാസങ്ങൾ ഉണ്ടായി. 1-2 ദിവസം മഴ പെയ്തപ്പോൾ നമ്മൾ പേടിച്ചു. ഇപ്പൊ അങ്ങനെയാണ്, 2 ദിവസം നിൽക്കാതെ പെയ്ത നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇതിലുള്ള ഖൈറൊക്കെയും നമുക്ക് കിട്ടാനും ഇതിന്റെ ഷെറിൽ നിന്ന് അള്ളാഹു താല നമ്മളെ കാത്തുരക്ഷിക്കാനും നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. പിന്നെ ഈ മഴക്കാലത്ത് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന അപകടങ്ങൾ, പ്രത്യേകിച്ചും കുട്ടികൾ, വെള്ളക്കെട്ടുകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധ നമുക്കുണ്ടാവണം. ഒരു 3 വയസ്സായ ഒരു കുട്ടി ആളുകളൊക്കെ നോക്കി നിൽക്കേ വെള്ളത്തിലേക്ക് വീണ് ഒഴുകിപ്പോയി മരിച്ചത്. 2 ദിവസം അതിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിൽ കറങ്ങാണ്. ശ്രദ്ധ നല്ലപോലെ ഉണ്ടാവണം, പ്രാർത്ഥനയുണ്ടാവണം. അള്ളാഹു താല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, എല്ലാ ഖൈറും നമുക്ക് നൽകട്ടെ. ഷെറിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല, അത് മഴയായാലും കാലാവസ്ഥയായാലും മറ്റു കാര്യങ്ങളായാലും ഷെറിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഖൈറ് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മളെയൊക്കെ ഇതുപോലെ അള്ളാഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.